പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാൻ നോക്കല്ലേ. എന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് ആയിട്ട് അവന്റെ കാലിന് 5 വിരൽ നഷ്ടപ്പെട്ടു. അപ്പൊ ഇന്ന് സെക്കൻഡ് സർജറിയാണ്. ഇന്ന് വെള്ളിയാഴ്ച സെക്കൻഡ് സർജറിക്ക് വേണ്ടിയിട്ട് രാവിലെ 6 മണിക്ക് നമ്മുടെ SP മെഡിഫോളിലാണ് സർജറി ചെയ്യുന്നത്. അപ്പൊ ഇന്ന് രാവിലെ 6 മണിക്ക് അവനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 മണിക്കൂറോളമാണ് ഈ ഒരു സർജറിയുടെ ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് കാര്യമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഏകദേശം 10 ലക്ഷത്തോളം രൂപയാണ് ഈ ഒരു സർജറിക്ക് വേണ്ടി ചെലവ് വരുന്നത്. അപ്പൊ സാധാരണ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പറ്റുന്നവര് മാക്സിമം അവനൊന്ന് സഹായിക്കാൻ നോക്കുക. നിങ്ങളൊരു സഹോദരനായിട്ട്, നിങ്ങളെ അനുജനായിട്ട്, നിങ്ങളെ ചേട്ടനായിട്ട്, നിങ്ങളൊരു കൂട്ടുകാരനായിട്ടൊക്കെ കണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന തുക ഞാൻ തന്നിരിക്കുന്ന ഈ 3 നമ്പറുകളിൽ, ഈ 3 നമ്പറിലും GPay അവൈലബിൾ ആണ്. GPayൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 പേർക്ക് ഒരു ദിവസം അയക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റ് ആവും. മാക്സിമം നിങ്ങൾ, ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതായത് അക്കൗണ്ട് നമ്പരും IFSC കോഡും ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം അക്കൗണ്ടിലോട്ട് തന്നെ പൈസ അയക്കാൻ നോക്കുക. കാരണം നിങ്ങളൊരു കൂട്ടുകാരനാണ്, ഒരു 19 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കൂട്ടുകാരനാണ് ഹോസ്പിറ്റലിൽ നിങ്ങളെ സഹായം തേടി കിടക്കുന്നത്. ഇനി അവന്റെ കാര്യം നിങ്ങളുടെ കയ്യിലാണ്. ആ ഒരു സർജറി കഴിഞ്ഞാലേ ഒന്ന് പ്രോപ്പറായിട്ട് നടക്കാനെങ്കിലും കഴിയുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന തുക തന്ന് സഹായിക്കുക. ഏകദേശം 10 ലക്ഷം രൂപ വേണ്ടി വരുന്ന ഈ ഒരു സർജറിക്ക് നമുക്കിപ്പോ ഒരു 1 ലക്ഷത്തിനകത്ത് തുക മാത്രമേ ഒരു ദിവസത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. പോട്ടെ, നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുന്നവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എന്റെ റീച്ചിന് വേണ്ടിയിട്ടല്ല, ആ സഹോദരന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക.